അപ്പോഴേ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ബാസ്ക്കറ്റിൻ്റെ കഥ പറഞ്ഞ് തുടങ്ങാം. ഇത് ഇമ്മ ഉണ്ടാക്കിയ ബാസ്ക്കറ്റാണ്, ഞാൻ ഉണ്ടാക്കിയതല്ല. ഇമ്മ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടുപിടുത്തങ്ങളും പരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. ഇമ്മ ഒരു കർഷക സ്ത്രീയും കൂടിയാണ്. ഇമ്മൻ്റെ പുതിയ വിളവെടുപ്പാണ് ഇന്നത്തെ കേട്ടോ. അങ്ങനെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പം ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. പച്ചമുളകായിട്ടും വഴുതനങ്ങയായിട്ടും വെണ്ടയ്ക്കായിട്ടും കാക്കയൊക്കെ ആയിട്ടും. അപ്പോൾ പിന്നെ എൻ്റെ പരിപാടിയിലേക്ക് കടന്നു. അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കിയിടലാണ് എനിക്കുള്ള പണികൾ എന്ന് പറഞ്ഞാൽ. മെയിനായിട്ട് കറി വെക്കാനുള്ളതൊക്കെ കറി വെച്ചു. 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഞാൻ എൻ്റെ എല്ലാ ഒരുവിധ പണികളൊക്കെ ഫിനിഷാക്കും കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരിക്കില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങോട്ട് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തേക്കാലോ എന്ന് കരുതിയത്. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വഴുതനങ്ങ വെച്ച് നമുക്ക് ഇന്ന് ഉപ്പേരി ഉണ്ടാക്കാം. ഇന്ന് അധികം വിഭവങ്ങളൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം വിഭവങ്ങൾ വെച്ച് നമ്മൾ പണി കൂട്ടണ്ടല്ലോ. പിന്നെ അലക്കാനുള്ളതൊക്കെ വാരി അലക്കാൻ കൊണ്ടുപോയി. അലക്കി കഴിഞ്ഞ് വന്നു, കുളിച്ച് കഴിഞ്ഞു, ഫ്രഷായിക്കെ വന്നു. അതിന് ശേഷം ഞാൻ 2 ദിവസം മുന്നേ വിരിച്ചിട്ടതാണ്. മഴ ആയതുകൊണ്ട് അങ്ങനെ ഉണങ്ങി കിട്ടിയില്ല. അപ്പോൾ എല്ലാം ഉള്ളതൊക്കെ എടുത്ത് മടക്കി വെക്കാൻ വേണ്ടി അവിടെ മടക്കിയിട്ടില്ല, മടക്കി കൊണ്ട് വെക്കാൻ വേണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്. ബാക്കി തുണിയൊക്കെ വിരിച്ചിട്ടു. എനിക്ക് എങ്ങനെയും ഞാൻ അലക്കാം, പക്ഷെ മടക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. കണ്ടില്ലേ, ഇത്രയും എനിക്ക് മടക്കാനുള്ള തുണികളാണ്. ഇനി കുറച്ചൊക്കെ ഞാൻ മടക്കി അടുക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മടക്കുവാണെങ്കിൽ ഞാൻ മടക്കുള്ളൂ കേട്ടോ, കുറച്ച് ടൈം എടുക്കും. അത് കഴിഞ്ഞ് അന്ന് ഞാൻ ചോറുണ്ടു. എനിക്ക് ചോറ് വിശന്നായിരുന്നു. അത്യാവശ്യം പണിയൊക്കെ കഴിഞ്ഞപ്പോൾ പെട്രോൾ കാലിയായി. അങ്ങനെ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ മധുരം കഴിക്കും, കാരണം എരിവുള്ള കറികളുണ്ടാവും. മധുരം കഴിക്കണം എന്നാണല്ലോ. മധുരം കഴിക്കാതെ മലക്കം മറിഞ്ഞ് മധുരിക്കും ഓർമ്മകൾ മാഞ്ഞു പോകും, അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം. പിന്നെ ബാക്കിയുള്ളത് ഞാൻ ഇവർക്കും കൊടുത്തു കേട്ടോ. ഇവർക്കെല്ലാം ഞാൻ കൊടുക്കലുണ്ട്. അവരെന്നെ പ്രതീക്ഷിച്ച് എപ്പോഴും ഇങ്ങനെ നിൽക്കും. പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഇന്ന് മുറ്റത്തോടെയൊക്കെ ഇങ്ങനെ നടന്നു. ഇവിടെ എല്ലാം എമ്മാൻ്റെ കൃഷി സാധനങ്ങളൊക്കെ കണ്ടില്ലേ. നടക്കുമ്പോൾ തന്നെ നമ്മൾ സൂക്ഷിച്ച് നടക്കണം, അല്ലെങ്കിൽ അവരൊക്കെ ഡാമേജ് ആയിപ്പോവും. അതുകൊണ്ട് ഈ വഴി പോകുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പതുക്കെ വേറൊരാളെ കാണിച്ചിടാം. മാക്രിക്കുട്ടികൾ എന്ന് പറഞ്ഞാൽ തവളയുടെ കുട്ടികൾ കാണാം കേട്ടോ. അത് നമ്മൾ താറാക്കൾക്ക് വളർത്തുന്ന ഫുഡാണ്. അവർ കുറച്ച് വലുതാകുമ്പോൾ താറാക്കുട്ടികൾക്ക് എടുത്ത് കൊടുക്കും, അതാണ്. പിന്നെ ബാക്കിയുള്ളത് ഇത് കണ്ടോ, ഇതൊക്കെ നാരക കേട്ടോ. നാരകത്തിൽ നിങ്ങൾ കാണുമ്പോൾ അവർക്ക് മുസമ്പി തൂങ്ങിക്കിടക്കുന്നതാണ്. അല്ല, ഇതാണ് പാഷൻ ഫ്രൂട്ട്. അതിൻ്റെ വള്ളി അതിലേ കൂടെ പോകുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ടൈമാണ്. ഞാൻ ഉച്ചയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കയറി കിടന്നുറങ്ങും. അതിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബായ്.